അസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. ബാറക്കല്ലാഹു ലനാ ഫിൽ ഖുർആനി വൽ ഹദീസ്. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആൻ പഠനത്തിലും നമ്മുടെ ഹദീസ് പഠനത്തിലും എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പുതിയ തുടക്കം, ഹദീസ് പഠനത്തിൻ്റെ ഒരു തുടക്കം. നമ്മൾ ഹദീസ് പഠനത്തിനൊക്കെ കുറേ സമയങ്ങളും കാര്യങ്ങളൊക്കെ ചിലവഴിക്കുന്നവരാണ്. പക്ഷേ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ നമ്മൾ എല്ലാ ഞായറാഴ്ചകളിലും ഇൻഷാ അല്ലാഹ് ഇനി ഒരു ഫജ്റുൽ ഹദീസ് എന്നുള്ള പേരിൽ ഒരു ഹദീസ് പഠന ക്ലാസ് ആരംഭിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഈ ഒരു ഉദ്ദേശം, അതിൻ്റെ എല്ലാ നിലക്കുള്ള പ്രയോജനങ്ങളും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പരലോക ജീവിതത്തിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹദീസ് പഠിക്കാനൊക്കെ ഒരുപാട് താല്പര്യവും ഇഷ്ടവും കാണിക്കുന്ന ഒരുപാട് ആളുകളെ ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് കാണാം. പക്ഷെ അതിന് വ്യക്തമായ ചില സാഹചര്യങ്ങളോ അതിൻ്റെ വേണ്ട സംവിധാനങ്ങളോ പലപ്പോഴും എന്തെന്ത് ചെയ്യുന്നില്ല, ആളുകൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഹദീസ് പഠിക്കാൻ നമ്മൾ വല്ലാത്ത സമയം ചിലവഴിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് ഐശ്വര്യങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ ഇവിടെ ഹദീസിലൊക്കെ കാണാം. വലൈക്കും സലാം റഹ്മത്തുള്ളാ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സമയം നമ്മൾ വിലപ്പെട്ട സമയങ്ങൾ ചിലവാക്കി ഈ ഒരു ഹദീസ് പഠനത്തിന് വന്നിരിക്കുമ്പോൾ ലഭിക്കുന്ന നേട്ടങ്ങൾ എന്താണ് എന്ന് പറഞ്ഞിട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹദീസ് പഠനത്തിൻ്റെ തുടക്കം. ഏതെങ്കിലും ഒരു പുസ്തകത്തെ ഓറിയൻ്റ് ചെയ്ത് ബേസ് ചെയ്ത് ഒരു ഹദീസ് ഗ്രന്ഥത്തെ ബേസ് ചെയ്ത് നമ്മളെ ക്ലാസ് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. ഇൻഷാ അല്ലാഹ് അങ്ങനെ നമുക്ക് കുറേ ഒരു തെർത്തീബ്, ഓരോ വിഷയങ്ങളും പ്രതിപാദിച്ച് ഇങ്ങനെ ഹദീസുകൾ വായിച്ചു പോകാൻ കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ഉത്തമം. ഒരുപാട് പണ്ഡിതന്മാർ ആ രൂപത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്, ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത് അർബഊന നവവിയാണ്. എല്ലാവരും വിചാരിക്കും അൽ അർബഈന നവവിയ അല്ലെങ്കിൽ അൽ അർബഊന നവവിയ എന്ന പേരിൽ അറിയപ്പെട്ട ഇമാം നവവി റഹിമഹുള്ളയുടെ 40 ഹദീസുകൾ, 42 ഹദീസുകൾ ആ ഗ്രന്ഥത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഗ്രന്ഥവും ആ ഗ്രന്ഥകാരനെയും സംബന്ധിച്ച് നമുക്ക് പറയാം. അതിന് മുന്നോടിയായി ഹദീസ് പഠനം കൊണ്ട് എന്താണ് നേട്ടം, എന്തിനാണ് ഹദീസ് പഠനത്തിന് വേണ്ടി നമ്മൾ ആയുസ് ചെലവഴിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങൾ. നമ്മളൊക്കെ വിചാരം ഹദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹദീസ് പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ എപ്പോഴും ഓർമ്മ വരിക ഇങ്ങനെ വലിയ അട്ടിക്കെട്ട ഗ്രന്ഥങ്ങളായിരിക്കും. ഇമാം ബുഖാരി, സ്വഹീൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, അല്ലെങ്കിൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ മുസ്നദ്, ഒരുപാട് വാള്യങ്ങളിലുള്ള മുസ്നദ്, ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അട്ടിക്കെട്ട ഗ്രന്ഥങ്ങൾ. അതൊന്ന് തുറന്നു നോക്കാൻ വളരെ എളുപ്പമാണ്, വായിച്ച് നോക്കാനൊക്കെ സുഖവുമാണ്. പക്ഷെ ഒരു കാലം കഴിഞ്ഞിരുന്നു, ഹദീസുകളെ ക്രോഡീകരിക്കുന്ന ഒരു കാലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ക്രോഡീകരിക്കാൻ തന്നെ ഒരുപാട് പ്രയാസവും പണിപ്പെട്ടും ആയുസ്സും സമ്പത്തും ആരോഗ്യവുമൊക്കെ ചെലവിട്ട ഒരുപാട് ആളുകളെ ചരിത്രത്തിൽ കാണാനാകും. ഇസ്ലാമിക ലോകത്ത് ഒന്നാമത്തെ ഹദീസ് ഗ്രന്ഥം എന്ന് പറയുന്നത് ഏതായിരിക്കും? ആർക്കെങ്കിലും ഓർമ്മയുണ്ട? ഏറ്റവും വലിയ ഫസ്റ്റ് ഹദീസ് ഗ്രന്ഥമായി പറഞ്ഞത് എനിക്കൊന്ന് നമ്മൾ വയൽ പറയുന്നതിനപ്പുറത്ത് കുറച്ചും കൂടി അങ്ങനെ സംസാരിക്കും. മുവത്ത, മാഷാ അല്ലാഹ്, ഇമാം മാലിക്കിൻ്റെ മുവത്ത ആദ്യത്തെ ഹദീസ് ഗ്രന്ഥമായിട്ട് ഇമാം മാലിക്കിൻ്റെ മുവത്ത അറിയപ്പെട്ടു. പക്ഷേ ഹദീസ് എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ അതിന് മുന്നുണ്ട്. പക്ഷേ നമ്മൾ മുസ്തലഹ് ഉലൂമുൽ ഹദീസൊക്കെ പഠിക്കുമ്പോൾ ആദ്യം കേൾക്കുന്ന പേര് ഇമാം മാലിക്കിൻ്റെ മുവത്തയാണ്. മുവത്ത എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു ഹദീസ് ഇങ്ങനെ പറഞ്ഞു അടുത്ത ഹദീസ്. അഥവാ ബാബു ഓറിയൻറ്റഡ് അല്ല, ഇന്ന ബാബുകൾ സ്പെസിഫൈ ചെയ്ത് ഇന്ന കിതാബ് എന്നൊന്നുമല്ല. ഒരു ഹദീസ് കഴിഞ്ഞ അടുത്ത ഹദീസ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഹദീസുകളായിരുന്നു. അതുകൊണ്ട് മുവത്ത എന്ന പേരിൽ ഉദ്ദേശം. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു മുവത്ത എന്നുള്ള കഴിഞ്ഞാൽ മൊത്തം എല്ലാത്തിനെയും ശേഖരിച്ചു വെച്ചു എന്നുള്ള അർത്ഥത്തിലും ഇമാം മാലിക്കിൻ്റെ മുവത്ത എന്ന ഹദീസ് ഗ്രന്ഥത്തിൻ്റെ പേരിൻ്റെ പ്രത്യേകത പറയാറുണ്ട്. പക്ഷേ ഇമാം മാലിക്കിൻ്റെ മുന്നേയും ഹദീസുകൾ എഴുതി വെക്കപ്പെട്ട രേഖകളുണ്ടായിരുന്നു, ഏടുകളുണ്ടായിരുന്നു. എന്നാൽ ഒരു വലിയ പുസ്തകം എന്നുള്ള നിലക്കൊരു സാധനം ഉണ്ടായിരുന്നില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ളയുടെ കാലഘട്ടത്തിലാണ് ഹദീസുകൾ എന്ത് ചെയ്യാം അങ്ങനെ ശേഖരിക്കാൻ വേണ്ടിയുള്ളൊരു തീരുമാനം ഉണ്ടാകുന്നതും. ഇബ്നു ശിഹാബ് സുഹരി, അന്നത്തെ അറിയപ്പെട്ട മുഹദ്ദിസ് ഇബ്നു ശിഹാബ് സുഹരിയെ അത് ഏൽപ്പിച്ചു. ഇബ്നു ശിഹാബ് സുഹരി ഹദീസുകൾ ക്രോഡീകരിച്ചിരുന്നു, പക്ഷേ ആ ഗ്രന്ഥം അറിയപ്പെട്ടിട്ടില്ല. ഒരു ഗ്രന്ഥം ഇമാം മാലിക്കിൻ്റെ അത്ര ഒരു ഗ്രന്ഥമായിട്ടത് നിലനിന്നിരുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. പിന്നെ അതിനു മുന്നിൽ നബിയുടെ ഹദീസുകൾ എഴുതി വെക്കപ്പെട്ടിരുന്നു. ഹദീസ് എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും ഹദീസുകൾ ഹിഫ്ളായിരുന്നു. നബിയുടെ സഹാബത്തിൻ്റെ കാലത്തൊക്കെ ഹദീസുകൾ ഹിഫ്ള് ചെയ്തിട്ടായിരുന്നു ആളുകൾക്കിലേക്ക് കൈമാറിയിരുന്നത്. അന്ന് എഴുത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകളൊക്കെ സംശയം പറയാറുണ്ട്, നബിയുടെ കാലത്ത് ഹദീസുകൾ എഴുതി വെക്കരുത് എന്ന് നബി പറഞ്ഞിട്ടില്ലേ? കാരണം ഖുർആനോട് ഇത് പുലരുമെന്നതിനാൽ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ എന്നിൽ ലാ തക്തുബു അന്നി ഷൈ,
നിങ്ങൾ എന്നിൽ നിന്നൊന്നും എഴുതി വെക്കരുതെന്ന് റസൂലുള്ള പറഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ നബിയുടെ കാലത്ത് ഹദീസുകൾ എഴുതി വെക്കപ്പെട്ടിരുന്നോ എന്നൊരു ചോദ്യം പ്രസക്തമാണ്. നബിയുടെ കാലത്തും ഹദീസുകൾ എഴുതി വെക്കപ്പെട്ടിരുന്നു. ഒരു ഹ്രസ്വകാലം മാത്രമാണ് നബി എന്ത് ചെയ്തത്, ഇത് എഴുതി വെക്കരുതെന്ന് പറഞ്ഞത്. കാരണം ആളുകൾ ഹദീസിൽ മാത്രം ചടഞ്ഞിരിക്കുകയും ഇനി അതല്ലെങ്കിൽ ഈ ഹദീസും ഖുർആനും കൂടിക്കലരുകയോ ചെയ്യുമെന്ന ഭയം നബിയുടെ ഉള്ളിലുണ്ടായിരുന്നു, ആ ഒരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹ്രസ്വകാലം പറഞ്ഞു, നിങ്ങൾ ലാ തക്തുബു അന്നി ഷെയ്, നിങ്ങൾ എന്നിൽ നിന്നൊന്നും എഴുതി വെക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും നബി ചില സന്ദർഭത്തിൽ എഴുതി വെക്കാൻ പറഞ്ഞ ഹദീസുകൾ എന്തുണ്ട്, നമുക്ക് കുറേ കാണാൻ കഴിയും. അപ്പോൾ ഉദാഹരണത്തിന് യമൻ്റെ ഭാഗത്ത് നിന്ന് ഹജ്ജ് നിർവഹിക്കാൻ വന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലൈഹിസ്സലാം ഹജ്ജിൻ്റെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ആ സ്വഹാബി എണീറ്റ് നിന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഉക്തുബു ലി, എനിക്കത് എഴുതി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉക്തുബു ലി അബീഷ, ഈ അബൂഷാക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു, എഴുതി കൊടുക്കുമോ. അപ്പോൾ നബി പറഞ്ഞ കാര്യങ്ങളെ എഴുതി കൊടുക്കുന്നു. അപ്പോൾ നബിയുടെ കാലത്തും ഹദീസുകൾ എഴുതി വെക്കപ്പെട്ടിരുന്നു, ശേഖരണങ്ങൾ ഉണ്ടായിരുന്നു, ഹിഫ്ളായിരുന്നു ഭൂരിഭാഗവും. എങ്കിലും ഹദീസുകൾ എന്ത് ചെയ്യുന്നു, സ്വഹീഫത്ത് അബൂബക്കർ, ഇമാം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് ശേഖരം എന്നുള്ള നിലക്ക് പണ്ഡിതന്മാർ കുറേ സംഭവങ്ങൾ പറഞ്ഞു പോയത് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസുകൾ ഹിഫ്ളാക്കലായിരുന്നു. എന്നാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, എന്നെക്കാളും കൂടുതൽ ഹദീസുകളായിട്ട് കയ്യിലുണ്ട് എന്നെക്കാളും കൂടുതൽ ഹദീസുകൾ അബ്ദുല്ലാഹിബിൻ അംർ ഇബ്നു ആസിൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കാരണം എന്ന് ചോദിച്ചു. അബ്ദുല്ലാഹിബിൻ അംർ ഇബ്നു ആസ് കാന യക്തുബ് വ അന ലാ അക്തുബ്, അദ്ദേഹം എഴുതി വെക്കാറുണ്ടായിരുന്നു, ഞാൻ എഴുതി വെക്കാറുണ്ടായിരുന്നില്ല എന്നുമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലായത് എന്താണ്, എഴുതി വെക്കുന്ന സമ്പ്രദായം നബിയുടെ കാലത്തുണ്ടായിരുന്നു, തോലിലും മറ്റിലൊക്കെ ആയിട്ട് എഴുതി വെക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു ഹദീസ് ഗ്രന്ഥം എന്നുള്ള നിലക്കെന്തില്ല, അന്ന് നിലവിലില്ല. പിന്നീട് പിൽക്കാലത്താണ് ഒരു ഹദീസ് ഗ്രന്ഥമായി ഇമാം മാലിക്കിൻ്റെ മുവത്ത അറിയപ്പെട്ടതും. അതിൻ്റെയും ഒക്കെ മുന്നേ ഉള്ള എഴുത്ത് സമ്പ്രദായങ്ങളെ സംബന്ധിച്ചൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ ആമുഖമായി പറഞ്ഞത്, നമ്മൾ എന്തുകൊണ്ട് ഒരു ഹദീസ് പഠനത്തിൽ ഒരു ഗ്രന്ഥത്തെ തിരഞ്ഞെടുക്കുന്നത് എന്ന് കഴിഞ്ഞാൽ ഇന്ന് വളരെ എളുപ്പമാണ്. ഓരോ ഗ്രന്ഥത്തിനും അതിൻ്റേതായ പ്രത്യേകത. ഇമാം മാലിക്കിൻ്റെ മുവത്ത അത് എഴുതപ്പെട്ടതിന് ശേഷം ചില അന്നത്തെ പണ്ഡിതന്മാർ ചോദിച്ചാലോ, സഹീഹ് ബുഖാരിയൊക്കെ വന്നതിന് ശേഷമുള്ള ചില സംഭവങ്ങൾ എടുത്തുദ്ധരിച്ചു. ഇനി ഇമാം മാലിക്കിൻ്റെ മുവത്തക്ക് എന്ത് പ്രസക്തിയാണ്? കാരണം അതിലുള്ള എല്ലാ ഹദീസുകളും പിന്നീട് പിൽക്കാലത്ത് സിഹാഹുകളിലും സുനനുകളിലൊക്കെ കടന്നു വന്നു. അപ്പോൾ ഇനി എന്താണ് ഇമാം മാലിക്കിൻ്റെ മുവത്തക്ക് പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ? പക്ഷേ ഇമാം മാലിക്കിൻ്റെ ഒരു പ്രസ്താവന അതിനോടൊപ്പം പണ്ഡിതന്മാരെ എടുത്തുദ്ധരിക്കാറുണ്ട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞു, മാ കാന ലില്ലാഹി യബ്ഖാ, അള്ളാഹിൻ്റെ വജൂഹ് ഉദ്ദേശിച്ച് ചെയ്തതൊക്കെ എന്നും നിലനിൽക്കും. അപ്പോൾ ഞാനിത് എൻ്റേത് നിലനിൽക്കണം എന്നുള്ള നിലക്ക് എഴുതിയതല്ല, നേരെ മറിച്ച് ആളുകളിലേക്ക് ഇത് എത്തട്ടെ എന്നുള്ള നിലക്ക് എഴുതിയതാണ്. അത് അള്ളാഹിൻ്റെ വജൂഹ് ഉദ്ദേശിച്ച് എഴുതിയത് അത് കാലങ്ങളോളം നിലനിൽക്കുമെന്നായിരുന്നു ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ മറുപടി എന്നൊക്കെ ആ ഒരു സംഭവമായി നമുക്ക് വായിക്കാൻ പറ്റും. ഞാൻ ഏതായാലും ആ ഒരു ആമുഖം പറഞ്ഞതാണ്. ഹദീസ് പഠനം എന്ന് പറയുമ്പോൾ അതിന് ഓരോ ഗ്രന്ഥത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ആ ഗ്രന്ഥം വെച്ച് വായിച്ചു പോകുമ്പോൾ കൂടുതൽ കാര്യങ്ങളെ മനസ്സിലാക്കാനും നമ്മളിപ്പോൾ തുടങ്ങുന്നത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അർബഊനൻ നവവിയ. ഈ ഗ്രന്ഥം തന്നെ ഒരുപാട് ആളുകൾ പല ക്ലാസ്സുകളും നമ്മളെ പണ്ഡിതന്മാർ തന്നെ പഴയകാല പണ്ഡിതന്മാരൊക്കെ വളരെ സുന്ദരമായി വിശാലമായി ചർച്ച ചെയ്ത ഗ്രന്ഥമാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അന്നവവി അൽ അർബഊനൻ നവവിയ. ഇതിന് കുറേ ഷർഹുകൾ തന്നെ കാണാം. ഷർഹുകൾ മഹാപണ്ഡിതന്മാർ ആധുനിക കാലഘട്ടത്തും പഴയ കാലഘട്ടത്തിലൊക്കെ പണ്ഡിതന്മാർ ഒരുപാട് ഷർഹുകൾ എഴുതിയിട്ടുണ്ട് അർബഊനൻ നവവിയക്ക്. അപ്പോൾ അതന്നെ ആ ഒരു പുസ്തകത്തിൻ്റെ പ്രസക്തി പറയാൻ. അപ്പോൾ അതിലൊരു 42 ഹദീസുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് വേറെ ഒരു ഹദീസ് ഗ്രന്ഥത്തെ നമുക്ക് സെലക്ട് ചെയ്ത് ഇങ്ങനെ നമ്മളെ ക്ലാസ്സുകൾ ഇങ്ങനെ തുറന്നു പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വെറുതെ ഏതെങ്കിലും ഒരു ഹദീസ് എടുത്ത് ക്ലാസ് എടുക്കുന്നതിനപ്പുറത്തൊരു പുസ്തകം ഓരൻ്റെ ആയിട്ട് പോകുന്നതായിരിക്കും ഉത്തമമെന്ന് തോന്നുന്നല്ലേ, അങ്ങനെ തന്നെ പോവാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇമാം നവവിൻ്റെ പേര് മുതൽ നമുക്ക് തുടങ്ങാം. ഇമാം നവവിൻ്റെ പേര്, നമ്മളൊരു ഹദീസ് ഗ്രന്ഥം പഠിക്കുമ്പോൾ ആ ഗ്രന്ഥകാരനെയും ആ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകതകളെയും പഠിച്ചിങ്ങനെ പോകുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഗ്രന്ഥം രചിക്കാണ്ടായ സാഹചര്യം, ആ ഗ്രന്ഥത്തിലടങ്ങിയ കാര്യങ്ങൾ. ഇപ്പോൾ ഹദീസ് നബിയുടെ വർത്തമാനങ്ങളാണ്. ഹദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നബിയുടെ വർത്തമാനം, ഉളീഫ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖ്രീറിൻ, അല്ലേ?
ഔ സിഫ ഖൽഖിയ ഔ ഖുൽഖിയ. പണ്ഡിതന്മാരിങ്ങനെ പല രീതിയിൽ അതിനെ വിശദീകരിച്ച് പോയത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനങ്ങളാണ്. നബി വർത്തമാനങ്ങൾക്ക് വേണ്ടി ഒരുപാട് ആയുസ് ചെലവഴിച്ച പണ്ഡിതന്മാരെ കാണാം. അക്കൂട്ടത്തിലൊരാളാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം നവവി, അബൂ സക്കരിയ, ചില പണ്ഡിതന്മാർ പേര് കൊടുത്ത അൽ ഹാഫിദ്, മുഹിയുദ്ദീൻ എന്നുള്ള പേരിൽ മൂപ്പരെ ദീനിനെ ജീവിപ്പിച്ചവൻ എന്നുള്ള ഒരു സിഫത്തായിട്ട് കൊടുത്തു ചില പണ്ഡിതന്മാർ. അബൂ സക്കരിയ മൂപ്പരെ കുനിയത്താൻ. യഹ്യ ഇബ്നു ഷറഫ് അൻ നവവി. നവ എന്ന് പറഞ്ഞ നാട് എന്ന് പറയുമ്പോൾ ഡമസ്കസിലെ ഒരു നാടാണ്, സിറിയ. അപ്പോൾ അന്നത്തെ സിറിയയിലെ ഡമസ്കസിലുള്ള നവായിലായിരുന്നു ഇദ്ദേഹം ജനിച്ചതും വളർന്നതും. പിന്നീട് ഡമസ്കസിലെ ഏറ്റവും അറിയപ്പെട്ട ജാമിഉൽ ഉമവിയിൽ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, പഠനങ്ങൾ നടത്തിയെന്ന് മാത്രമല്ല അവിടെ പിന്നീട് വലിയ അധ്യാപകനായും ഒക്കെ അദ്ദേഹം തുടർന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം. ഇതിൽ ഇമാം നവവിൻ്റെ അറിയപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതിലൊന്നാണ് റിയാദുസ് സാലിഹീൻ, പിന്നെ തഖ്രീബ്, വേറെ മിൻഹാജ് താലിബീൻ, കുറേ ഗ്രന്ഥങ്ങൾ ഇമാം നവവിക്കുണ്ട്. ഞാൻ പറഞ്ഞ ഓരോ പണ്ഡിതന്മാരും അവരെഴുതിയ ഗ്രന്ഥങ്ങളും അവരുടെ അധ്വാനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കും കുറച്ച് സമയം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകൾക്ക് വേണ്ടി ചിലവഴിക്കാൻ കഴിയാമെന്നാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഏറ്റവും നല്ല ഉദ്ദേശത്തിൽ റബ്ബിൻ്റെ വജഹ് ഉദ്ദേശിച്ച് ഈ സമയങ്ങളെ ചിലവഴിക്കാനും ഈ നബി വർത്തമാനങ്ങളിലേക്ക് കൂടുതൽ ആവേശവും ഉന്മേഷവും റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ റസൂലുള്ള പറഞ്ഞു, നവ്വറ അല്ലാഹു ഇംറഅൻ, ഒരു മനുഷ്യൻക്ക് അള്ളാഹു പ്രകാശം ചൊരിയട്ടെ. നവ്വറ എന്നുള്ള വാക്ക് നമുക്കറിയാം, നദാറത്ത് ഒരു തേജസ്സാൻ അല്ലേ. മറ്റേ വുജൂഹി യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹ നാദിറ എന്നാണ്. ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു ഹസൻ ബശരി റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിനെ വിശദീകരിച്ചിട്ട് പറയാണ്, വുജൂഹി യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹ നാദിറ. റബ്ബിലേക്ക് ഇങ്ങനെ നോക്കുന്ന ആളുകളുടെ മുഖം പ്രകാശപൂരിതമാകും. ഹസൻ ബശരി റഹ്മത്തുള്ളാഹി അലൈഹി, ഒരാളുടെ മുഖം എങ്ങനെ പ്രകാശിക്കാതിരിക്കുക? കാരണം അവർ നോക്കണത് എവിടുക്കുക? റബ്ബിലേക്കാണ്. അപ്പോൾ റബ്ബിലേക്ക് നോക്കുന്ന ആളുകൾക്ക് റബ്ബ് നൽകുന്ന ആദരവും വിശുദ്ധിയുമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നവ്വറ അല്ലാഹു ഇംറഅൻ, ഒരു മനുഷ്യൻക്ക് അള്ളാഹു തേജസ് നൽകട്ടെ, ഒരു വലിയ പ്രകാശം കൊടുക്കട്ടെ അവരുടെ ജീവിതത്തിൽ. ആരാണവൻ? സമിഅ മഖാലത്തി വവആഹ വഅദ്ദാഹ കമാ സമിഅ, അല്ലേ, കേട്ടതുപോലെ എൻ്റെ വർത്തമാനങ്ങളെ കേൾക്കുകയും അതിനെ ശ്രദ്ധിച്ച് പഠിക്കുകയും അത് മറ്റൊരാളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നവനാരോ അവൻ്റെ മേൽ അള്ളാഹു പ്രകാശം ചൊരിയട്ടെ എന്ന് പറഞ്ഞു. ഹദീസ് പഠിപ്പിക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഫളലാണ് ആ ഹദീസ് എന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഇമാം നവവി ഈ ഹദീസ് ഗ്രന്ഥം രചിക്കാനുള്ള കാരണം ഇതിൻ്റെ ഒരു മുഖദ്ദിമയിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നതായിട്ട് ഇതിനെ ഷറഹ് ചെയ്യുന്ന പണ്ഡിതന്മാർ മുഴുവൻ പറഞ്ഞു. കുറേ പണ്ഡിതന്മാർ ഇതിനെ ഷറഹ് ചെയ്തിട്ടുണ്ട്. അർബഊന നബവിയൊക്കെ ഒരുപാട് ഷറഹുകൾ കാണാം. ഏറ്റവും പ്രസിദ്ധമായ അല്ലെങ്കിൽ ഏറ്റവും ആധുനിക ഇമാം ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പോലും, അല്ലേ, ഇബ്നു ഉസൈമീൻ്റെ ഒക്കെ ഷറഹ് ഭയങ്കര രസമാണ്. ഈ ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ, അതേപോലെ തന്നെ അൽ ഖുദരി, ഇവരൊക്കെ ഒരുപാട് ആധുനിക പണ്ഡിതന്മാർ. ഇനി പൗരാണിക പണ്ഡിതന്മാരെടുത്ത് ഇബ്നു റജബുൽ ഹംബലി ഇതിനെ ഷറഹ് ചെയ്തിട്ട് അതിൻ്റെ മുഖദ്ദിമയിൽ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇമാം നവവി ഈ ഗ്രന്ഥം രചിക്കാണ്ടായ കാരണം. അപ്പോൾ അതിന് മുഖദ്ദിമയിൽ ഇമാം നവവി തന്നെ പറയുന്നുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ദഈഫായ ഹദീസാണ്. ആരെങ്കിലും 40 ഹദീസുകൾ അള്ളാഹുവിൻ്റെ ദീനിനെ പഠിക്കാൻ പാകത്തിൽ ശേഖരിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്തുണ്ട്? അയാൾക്ക് സ്വർഗമുണ്ട്, നരകത്തിൽ നിന്ന് രക്ഷയുണ്ട് എന്ന് പറയുന്നൊരു ഹദീസ്. പക്ഷേ അത് ദുർബലമാണ്. ഹദീസ് ദഈഫാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഷാഫി മദ്ഹബിലെ ചില പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ദുർബലമായ ഹദീസുകൾ എന്ത് ചെയ്യാം? ഫളായിലുകളിൽ ഉദ്ധരിക്കാമെന്നൊക്കെ അവർ അഭിപ്രായം പറഞ്ഞേക്കാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, ഇത്തഫക്കൽ ഉലമ, പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട് അതിൽ ഫളായിലുകളിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഉദ്ധരിക്കാൻ പറ്റുന്നു. പക്ഷെ അതിനെ ഗണ്ണിക്കുന്നുണ്ട്. നമ്മൾ ആധുനിക പണ്ഡിതന്മാർ മാത്രമല്ല, സലഫി പണ്ഡിതന്മാരൊക്കെ അതിനെ ഗണ്ണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ഡിതന്മാർ ഏകോപിച്ച് എന്ന് പറഞ്ഞത് അതിൽ ശരിയല്ല. പക്ഷെ ജുംഹൂറുലമ, ഏകദേശം ഒരു ഭൂരിഭാഗം പണ്ഡിതന്മാർ ആ വിഷയത്തിൽ അങ്ങനെ പറഞ്ഞത് കാണാം. എന്നാലും ഏറ്റവും സ്വഹീഹായ ഹദീസുകളെ സ്വീകരിക്കലാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ പക്ഷേ അതിൽ ഇമാം നവവി പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്, ഫൽ യുബല്ലി വശാഹിദു അൽ ഗായിബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദായിലെ പ്രസംഗം, ഗായിബായ ആളുകൾക്ക് ഇവിടെ ഷാഹിദായവരെന്ത് ചെയ്യട്ടെ? എൻ്റെ വർത്തമാനങ്ങൾ എത്തിച്ചു കൊടുക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അപ്പോൾ ആ ഹദീസ് മുഖദ്ദിമയിൽ എന്ത് ചെയ്തു? ഇതിൻ്റെ ഒരു ആമുഖം എന്നോണം ഇമാം നവവി പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസും, നബ്ബറ അല്ലാഹു ഇംറഅൻ
സമിഅ മഖാലതി വവഅഹ വഅദ്ദാഹ കമാ സമിഅ. കേട്ടതുപോലെ തന്നെ ഒരു മാറ്റവും വരുത്താതെ എൻ്റെ ഹദീസുകളെ ശ്രദ്ധിച്ച് കേൾക്കുകയും അതിനെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും ആളിലേക്ക് എത്തിക്കുകയും ചെയ്തവർ, അവർക്ക് അള്ളാഹു പ്രകാശം ചൊരിയട്ടെ എന്ന് പറഞ്ഞ് ഈ 2 ഹദീസുകളുടെ പ്രചോദനത്തിലാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഗ്രന്ഥം രചിച്ചത്. ഞാൻ ഇങ്ങനെ കുറേ അർബഊൻ എന്ന് പറഞ്ഞ കുറേ ഗ്രന്ഥങ്ങൾ കാണാം, കുറേ ഗ്രന്ഥങ്ങൾ. അത് ചില പണ്ഡിതന്മാർ നമസ്കാരവുമായി ബന്ധപ്പെട്ട് 40 ഹദീസുകൾ ക്രോഡീകരിച്ച് കാണാം. അതേപോലെ തന്നെ വേറെ ചില പണ്ഡിതന്മാർ ഓരോ ജിഹാദുമായി ബന്ധപ്പെട്ട ഹദീസുകൾ 40 ഹദീസുകൾ ക്രോഡീകരിച്ചത് കാണാം. അതൊക്കെ മറ്റേ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഈ ഒരു ഗ്രന്ഥത്തിൽ അങ്ങനെ ഒരു പ്രത്യേകമായൊരു വിഷയം, ഈ ഗ്രന്ഥത്തിൽ പ്രധാനമായും 3 വിഷയങ്ങളാണ്, 3 തരം ഹദീസുകളെയാണ് ക്രോഡീകരിക്കപ്പെട്ടത്. ഒന്ന് അഖീദ, പിന്നൊന്ന് ഫിഖ്ഹ്, പിന്നൊന്ന് നമ്മുടെ അഖ്ലാഖുമായി ബന്ധപ്പെട്ട സുലൂഖ് വൽ അഖ്ലാഖ്, ഇതുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ. ഇതിൻ്റെ ഒരു പ്രത്യേകത മനഃപ്പാടമാക്കാൻ പാകത്തിലാണ് ഹദീസുകളെ ഉൾക്കൊള്ളിച്ചിട്ട്. വലിയ വിശാലമായ ഹദീസുകളൊന്നുമില്ല. പക്ഷേ മതപഠന വിദ്യാർത്ഥികൾക്ക്, ഹദീസ് പഠിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഹിഫ്ളാക്കി തുടങ്ങാൻ പറ്റുന്ന പാകത്തിലാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. ഏതൊരു ഹദീസ് ഗ്രന്ഥത്തിനും ഹദീസിൻ്റെ സനദുകൾ ധാരാളം വിശദീകരിക്കണതാണ്. പക്ഷേ ഇതിൽ കുറേ സനദൊന്നുമില്ല. ആകെ ഒരു സ്വഹാബിൻ്റെ പേര് പറയും. ആ സ്വഹാബിനെ തന്നെ പറയുമ്പോൾ ആദ്യം പറയുന്ന സ്ഥലത്ത് ആ സ്വഹാബിൻ്റെ ഒരു കുനിയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ ആ ഒരു പ്രത്യേകത നാമത്തിൻ്റെനോടൊപ്പം ചേർത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇമാം നബവി പറഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഒരു രസമാണ്. കാരണം ഇതിൻ്റെ ഈ ഫസ്റ്റ് മുതൽ അതിൻ്റെ അവസാനത്തെ വരി വരെ വായിച്ചു പോകുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ വിശദീകരണങ്ങളും നൽകുന്നത് വല്ലാത്ത ഒരു ഹദീസ് പഠിക്കാനുള്ളൊരു ആവേശവും ഇനിയും എത്രമാത്രം നമ്മൾ പഠിക്കാണ്ടെന്നൊന്നും എന്ത് ചെയ്യും, അത് നമ്മളെ തോന്നിപ്പിക്കും. ഏതായാലും ഇൻഷാ അള്ളാഹ് അർബഊന നബവിയ എന്ന അതിനെപ്പറ്റി ഇമാം നബവിനെ പറ്റി പറഞ്ഞു, ഏതാണ്ടായ സാഹചര്യം പറഞ്ഞു. 42 ഹദീസാണ്. 40 എന്നാണ് പേരെങ്കിലും 42. അതെങ്ങനെ 42 എണ്ണം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഡമസ്കസിലായിരുന്നു ഇമാം നബവി റഹ്മത്തുള്ളാഹി വളർന്നതും പഠിച്ചതൊക്കെ. ഡമസ്കസിൽ അന്നത്തെ അറിയപ്പെട്ട മഹാപണ്ഡിതൻ അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം കടന്നു ഇബ്നു ദഖീഖിൽ ഇതല്ല, ഡമസ്കസിൽ അറിയപ്പെട്ടൊരു മഹാമുഹദ്ദിസാണ്. ഇമാം സഖാവിയാണോ ഇമാം ഇബ്നു ദഖീഖിൽ ഇതാണ്, അതിൻ്റെ ഇടയിൽ ഓർമ്മ വരുമ്പോൾ ഞാൻ സൂചിപ്പിക്കാം. അദ്ദേഹം കടന്നു വന്നപ്പോൾ 26ഓളം ഹദീസുകൾ ഒരൊറ്റ ദർസിൽ അദ്ദേഹം ചെയ്തു വിശദീകരിച്ചു. ഡമസ്കസിലെ പള്ളിയിൽ വെച്ച് വിശദീകരണം മാത്രമല്ല, ഹദീസുകൾ ഇങ്ങനെ പറഞ്ഞെടുത്തു. ആ 26ഓളം ഹദീസുകളെ ഇതുമായി ബന്ധപ്പെട്ട് അതിലെ അഖീദയും ഫിഖ്ഹും ഒക്കെ ഉൾക്കൊള്ളുന്നതായിരുന്നു. ആ 26 എന്ത് ചെയ്തു, കുറച്ചും കൂടി ഒരു 40ഓളം വരുന്ന ഹദീസുകളെ ഇമാം നബവി കൂടി എന്ത് ചെയ്തു, അതിലേക്ക് ആഡ് ചെയ്തൊരു ഗ്രന്ഥമാക്കിയിട്ടാണ് ഇതിനെ ഇറക്കിയത്. ഏതായാലും അങ്ങനെയാണ് ഒരു 42ഓളം ഹദീസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അൽ അർബഊന നബവിയ എന്ന് പറയുന്ന ഈ ഒരു ഗ്രന്ഥത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഏതായാലും അത് കുറേ മുന്നേ വായിച്ചു പോയൊരു സംഭവം ആയതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഇമാമിൻ്റെ പേര് ഓർമ്മ വരാത്. ഇബ്നു റജബുൽ ഹംബലി ആ ഒരു സംഭവം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഡമസ്കസിലെ പള്ളിയിൽ വെച്ചുണ്ടായിരുന്ന ദർസ്, പള്ളിയിൽ വെച്ച് പഠിക്കണതിൽ എന്തെങ്കിലും ഗുണമുണ്ടോ? നമ്മൾ തുടക്കത്തിൽ തന്നെ ഇരുന്നു പള്ളിയിൽ വെച്ച് ദീൻ പഠിക്കണതിൽ എന്തെങ്കിലും ഗുണമുണ്ടോ? ഉണ്ട്, ഇല്ലേ? ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, മൻ ഗദാ ഇലൽ മസ്ജിദ് ഔ റാഹ, ആരെങ്കിലും രാവിലെ പള്ളിയിലേക്ക് പോകണമെങ്കിൽ, ഇവിടെ വൈകുന്നേരം പള്ളിയിലേക്ക് പോകണമെങ്കിൽ, ലിയതഅല്ലമ ഔ ലിയുഅല്ലിം, എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനോ പഠിപ്പിക്കാനോ ഒരാൾ പോയാൽ, കാന ലഹു കഅജ്രി ഹാജിൻ, അയാൾക്ക് ഒരു ഹാജിയുടെ കൂലിയാണെന്ന്. പള്ളിയിൽ പോയി പഠിക്കുന്ന ഒരാൾക്ക് ആണ്. എനിക്കൊന്ന് പള്ളി ദർസുകളൊക്കെ ചിലപ്പോൾ പണ്ട് കുറേ ഉണ്ടായത് ആ ഒരു ഉദ്ദേശത്തിലൊക്കെ ആയിരിക്കാം. ഏതായാലും പള്ളിയിൽ പോയി പഠിക്കുന്ന അതിൻ്റെതായ ഒരു ബർക്കത്ത് നമുക്കറിയാലോ. ഫി ബുയൂത്തിൻ അദീന അല്ലാഹു ലഹു അൻ തുർഫ വയുദ്കറ ഫീഹാ ഇസ്മുഹു എന്നൊക്കെ പറഞ്ഞല്ലോ. ഏതായാലും ഇതൊരു പ്രകാശ ഗോപുരം. അള്ളാഹു അതിൻ്റെ ഒരു നൂറ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ കുടുംബത്തിലും ഒക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതായത് ഇതൊരു മുഖദ്ദിമ എന്നുള്ള നിലക്കാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പോയത്. ഇൻഷാ അല്ലാഹ് ഇനിയൊക്കെ അതിൻ്റെ ഇടയിൽ ഓരോ ഹദീസുകളൊക്കെ വരുമ്പോൾ ഹദീസുമായി ബന്ധപ്പെട്ടും ഹദീസ് പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇടയിൽ ഇങ്ങനെ നമുക്ക് പറഞ്ഞു പോകാം. അതൊക്കെ നമ്മുടെ ഹദീസ് പഠനത്തിന് കൂടുതൽ ആവേശവും ഉന്മേഷവും ഏകുന്നതാണ്. അള്ളാഹു ഉപകാരപ്പെടുത്തി തരുമാറാവട്ടെ. ഇവിടെ ഒന്നാമത്തെ ഒരു ഹദീസ് നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ കേട്ട് പരിചയിച്ച ഒരു ഹദീസാണിത്. ഏറ്റവും കൂടുതൽ കേട്ട് പരിചയിച്ച ഹദീസ്, ഒരുപാട് ആളുകൾ മനഃപ്പാഠമാക്കിയ ഹദീസ്. നമ്മൾ പറഞ്ഞു ഓരോ ഹദീസ് ഗ്രന്ഥത്തിനും ഓരോ പ്രത്യേകത ഉണ്ട്. ഓരോ ഹദീസ് ഗ്രന്ഥത്തിനും ഇപ്പം സ്വഹീഹുൽ ബുഖാരിക്ക് സ്വഹീഹുൽ ബുഖാരിയുടെ പ്രത്യേകത,
സ്വഹീഹ് മുസ്ലിമിന് അതിൻ്റേതായ ഒരു പ്രത്യേകത. കുത്തുബു സിത്ത മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിലും കുത്തുബു സിത്ത ആറ് തരത്തിൽ ഒരുപാട് വിശാലമായി എന്ത് ചെയ്യുന്നത് ചർച്ച ചെയ്യപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. ഓരോന്നിനും ലികുല്ലി മസിയ്യത്ത്, ഓരോന്നിൻ്റെതായ പ്രത്യേകത. നേരത്തെ ഇമാം മാലിക്കിൻ്റെ മുവത്ത പറഞ്ഞതുപോലെ മുവത്തക്ക് മുവത്തിൻ്റെതായ പ്രത്യേകത. ഇതിന് അപ്പോൾ ഒരു ഗ്രന്ഥം വായിച്ചു എന്നുള്ളത് കൊണ്ട് ഹദീസ് പഠനം എന്താവുന്നില്ല, പൂർണ്ണമാവുന്നുമില്ല, പൂർത്തിയാവുന്നുമില്ല. അപ്പോൾ ഓരോ ഗ്രന്ഥങ്ങളും വായിക്കുമ്പോൾ ഓരോ കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഹദീസുകളെ രണ്ട് രീതിയിൽ, ഹദീസ് ക്രോഡീകരിക്കപ്പെട്ടപ്പോൾ ഹദീസുകളെ രണ്ട് രീതിയിലാണ് പണ്ഡിതന്മാർ ക്രോഡീകരിച്ചത്. ഒന്ന് ഫിഖിയായിട്ട് ഇങ്ങനെ ഹദീസുകളെ ക്രോഡീകരിച്ച് കാണാം. അതിന് സുനനുകൾ എന്നുള്ള പേരിൽ പറഞ്ഞു. നമുക്കറിയാം അല്ലെ, സുനൻ കിതാബു ത്വഹാറ മുതലായിരിക്കും തുടങ്ങുക. കിതാബു ത്വഹാറ മുതൽ തുടങ്ങുമ്പോൾ അതിൽ കുറേ സുനൻ അബി ദാവൂദ് ആകട്ടെ, സുനനു തുർമിദി ആകട്ടെ, സുനനു നസാഇ അലി, സുനൻ ഇബ്നു മാജ. എന്നാൽ സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, അതിന് സ്വഹീഹ് എന്ന് പേര് വരാനും അല്ലെ ജാമ്യ. ഇപ്പോൾ സ്വഹീഹുൽ ബുഖാരിൻ്റെ പേരാണ് ജാമ്യ അസ്സഹീഹ് എന്നുള്ള പേരാണ്. അപ്പോൾ ജവാമിയകളായ ഹദീസുകളുണ്ട്. അതിൽ വെറും ഫിഖ്ഹി മസലകൾ മാത്രമായിരിക്കില്ല, അതിൽ വേറെയും കുറേ ഫവായിലുകളായ ഹദീസുകൾ, തർഗീബ് തർഹീബ്, അതുപോലെ തന്നെ കിതാബുൽ ജിഹാദ്, അതല്ലെങ്കിൽ ആദാബുൽ മസാജിദ് എന്നൊക്കെ തുടങ്ങുന്ന കുറേ ആദാബുകൾ, ഫലായിലുൽ മദീന എന്നൊക്കെ തുടങ്ങുന്ന കുറേ ബാബുകളും ഒക്കെ ആയിട്ടായിരിക്കും ആ ഗ്രന്ഥങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതിൽ അഖീദ ഉണ്ട്, ഫിഖ് ഉണ്ട്, ആദാബുകളൊക്കെ ഉണ്ട്, ഒക്കെ നിറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു ഗ്രന്ഥം വായിക്കുമ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറഞ്ഞ എല്ലാവർക്കും കാണാതെ അറിഞ്ഞ ഒരു ഹദീസ്, എല്ലാവരും കാണാതെ പഠിച്ച ഹദീസ്. ഈ സുനനുകളുടെ തുടക്കത്തിൽ ആദ്യം കാണുന്ന ഹദീസും ഈ ഹദീസായിരിക്കും. സുനന് എല്ലാ ഗ്രന്ഥങ്ങളുടെയും ഭൂരിഭാഗ ഹദീസ് ഗ്രന്ഥങ്ങളും പണ്ഡിതന്മാർ ആരംഭിച്ചത് ഈ ഒരു ഹദീസ് വെച്ചിട്ട്. കാരണം ഇതൊരു ബേസാണ്. നമ്മൾ പറഞ്ഞില്ലേ, ദീൻ ഉസൂൽ ദീനിൽ ഖവായിദ് ദീൻ, ദീനിൻ്റെ അടിസ്ഥാനങ്ങളെ വിശദീകരിച്ചപ്പോഴുള്ള ഗ്രന്ഥങ്ങളായിട്ട് എണ്ണാണെങ്കിൽ ഒരു ഹദീസ് ഗ്രന്ഥം എന്താണ്? ഇമാം നവവിൻ്റെ ഈ ഒരു ഹ്രസ്വമായ ഗ്രന്ഥമാണ്. കാരണം അതിൽ ഓരോ ഹദീസും ഭയങ്കര നമ്മൾ പഠിച്ചു വെക്കേണ്ട, നമ്മളെ ബേസായി കാണേണ്ട ഹദീസുകളാണ്. അതുകൊണ്ടാണ് മനഃപ്പാഠമാക്കാനുള്ള പാകത്തിലാണ് എന്ത് ചെയ്തത് ഇമാം നവവി അതിനെ ക്രോഡീകരിച്ചത് എന്നാണ് ഇതിൻ്റെ വിശദീകരണങ്ങളിലൊക്കെ കാണാൻ പറ്റുക. ഏതായാലും നമ്മൾ തുടങ്ങാം. ആദ്യത്തെ ഒരു ഹദീസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ തുടങ്ങണം. ഖാലൽ മുസന്നിഫ് റഹിമഹുല്ലാ. ഒരു ഹദീസ് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ് ഒരു ഖാല അൽ മുസന്നിഫ്, ഗ്രന്ഥകാരൻ പറഞ്ഞു. കാരണം പരമ്പര എന്ന് പറയുന്നത് ഹദീസിൻ്റെ ഒരു ഭാഗമാണ്. ഹദീസ് എന്ന് പറയുന്നത് അല്ലെ സനദും മത്നും ചേർന്നതാണ്, സനദ് പരമ്പര. അപ്പോൾ ഇവിടെ പരമ്പര മുഴുവൻ കൊടുത്തിട്ടില്ല. നമ്മൾ പറഞ്ഞു ഓരോ ഗ്രന്ഥത്തിന് ഓരോ പ്രത്യേകത ഉണ്ട്. ഇത് മനഃപ്പാഠമാക്കാനുള്ള പാകത്തിൽ എന്ത് ചെയ്തു, മനഃപ്പാഠം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ പണ്ഡിതന്മാർ സനദുകൾ തന്നെ അല്ലേ, സനദുകൾ അടക്കമായിരുന്നു മനഃപ്പാടാക്കുന്നത്. അത് അവരുടെ മഹാവൈഭവങ്ങളെ, ഇൽമിനെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇവിടെ ചെറിയ മക്കൾക്കൊക്കെ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുക, ഓർത്തെടുക്കാനും പറയാനും പാകത്തിൽ എന്ത് ചെയ്തു, വലിയ ദീർഘമായ പരമ്പരകൾ ഒഴിവാക്കി സ്വഹാബിയിൽ നിന്നാണ് ഉദ്ധരണി തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ചില സ്വഹാബികൾ ആദ്യം പേര് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത ആ സ്വഹാബിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ആ സ്വഹാബിയെ പറ്റി നമ്മൾ മനസ്സിലാക്കാനും ആ സ്വഹാബികളെ കൂടി നന്നായി പഠിച്ച ആളുകൾ മനസ്സിലാക്കട്ടെ എന്നുള്ള നിലക്കുമാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞു അൻ അമീരുൽ മുഅ്മിനീൻ അബി ഹഫ്സ് ഉമർ ബിൻ ഖത്താബ്. ഉമർ ബിൻ ഖത്താബിൻ്റെ പേര് കുറച്ചത് അങ്ങനെ. പിന്നെ ഇനി അവിടെ നിന്ന് പോകുമ്പോൾ അൻ ഉമറ എന്നേ ഉണ്ടാവുള്ളൂ അല്ലേ. ഇവിടെ തുടക്കത്തിൽ വന്നപ്പോൾ ഇനിയിപ്പോൾ വേറെ സഹാബിൻ്റെ ഹദീസ് നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അവിടെ ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത ഹദീസ് വായിച്ചു പോകുമ്പോൾ മനസ്സിലാവും. ഇവിടെ അമീറുൽ മുഅ്മിനീൻ എന്ന പേര് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് ആദ്യമായി ഒരു ഖലീഫക്ക് പറയപ്പെടുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേരിൽ എന്ത് ചെയ്തിട്ടില്ല, അമീറുൽ മുഅ്മിനീൻ എന്ന് പറയപ്പെട്ടതായിട്ട് ചരിത്ര ഗ്രന്ഥങ്ങളിലൊന്നും എന്ത് ചെയ്തില്ല. കാരണം പക്ഷേ മുഅ്മിനീങ്ങളുടെ നേതാവാണ്. പക്ഷെ അമീറുൽ മുഅ്മിനീൻ എന്ന ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകത ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് കടന്നു വന്നത് എന്ന് ചില മുഹദ്ദിസുകൾ എന്ത് ചെയ്യുന്നത് അഭിപ്രായം പറയുന്നുണ്ട്. എന്നാൽ മറ്റുള്ള ഒരു മുഅ്മിനീങ്ങളുടെ നേതാവ് അല്ലാന്നുമല്ല, നേതാവ് തന്നെയാണ്. പിന്നെ ഒരു അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്, ഇമാം ബുഖാരിക്ക് പണ്ഡിതന്മാർ കൊടുത്ത പേരാണ് അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്. ഹദീസിലെ മുഅ്മിനീങ്ങളുടെ നേതാവ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇമാം ബുഖാരിക്ക് അങ്ങനെ പേര് കൊടുത്ത് കാണാം. ഏതായാലും ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു പ്രത്യേകത, മുഅ്മിനീങ്ങളുടെ നേതാവ്. അബൂ ഹഫ്സ് അല്ലേ, കുനിയത്താൻ. ഇവിടെ ഉമർ എന്ന് പറയുമ്പോൾ ഹദീസ് ഗ്രന്ഥം വായിക്കുമ്പോൾ പറയാം, പരമ്പരയിലെ ഓരോ റാവിൻ്റെ പേരും ഭയങ്കര വ്യക്തമായിട്ട് എന്താ മനസ്സിലാക്കണം. പരമ്പര ഹദീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ട് തന്നെ ഉമറുകൾ കുറേ ഉണ്ടാവും. അപ്പോൾ അബൂ ഹഫ്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഫിൽട്ടറായി അല്ലേ. ഇവിടെ അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ഫിൽട്ടറായി. അപ്പോൾ മഹാനായ സഹാബി
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഖത്താബിൻ്റെ മകൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഹദീസ്. ഖാല, അദ്ദേഹം പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ തിരുദൂതർ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. ഹദീസിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഹദീസ് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഗുണം എന്ന് പറഞ്ഞത് കുറേ നബിൻ്റെ പേരിൽ സ്വലാത്ത് എല്ലാം പറ്റുന്നുള്ളത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരിൽ നമ്മളെല്ലാവരും സ്വലാത്ത് എല്ലുന്നതാണ്. പക്ഷേ ഹദീസ് പഠിക്കാനും കൂടി വേണ്ടി ഇരിക്കുമ്പോൾ കൂടുതൽ സ്വലാത്ത് നബിയുടെ പേരിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഹദീസ് പഠിക്കുന്ന ഹദീസ് പഠിതാക്കളുടെ മാത്രം പ്രത്യേകതയാണ്. ചില പണ്ഡിതന്മാർ പറയാറുണ്ട്, കാല റസൂലുള്ളാഹ്, എത്ര ആവേശം കൊള്ളിപ്പിച്ച വാക്കാന്നറിയോ? കാല റസൂലുള്ളാഹ് സല്ലല്ലാഹു, അള്ളാൻ്റെ റസൂൽ പറഞ്ഞു അല്ലേ? അള്ളാൻ്റെ റസൂൽ പറഞ്ഞത് 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി പറഞ്ഞത് ഇന്നും ഒരു എന്താണ് അതിൻ്റെ സ്വഹീഹായ ഹദീസുകളെ അത് ശേഖരിക്കപ്പെട്ടു എന്നൊരു മഹാ അത്ഭുതം. ഓറിയൻ്റലിസ്റ്റുകളെ പോലും അത്ഭുതപ്പെടുത്തിയിട്ട് അവരവരുടെ ഗവേഷണങ്ങളിൽ പോലും ഇതിൻ്റെ ഹദീസ് നിദാന ശാസ്ത്രം അതന്നെ ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഇവിടെ കാല റസൂലുള്ള അല്ലെങ്കിൽ സമയത്തു റസൂലുള്ള എന്ന് പറഞ്ഞ ആ ഒരു വരി പോലും ഹദീസ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഫ്യുവനാണ്. നബി പറഞ്ഞാണ് അല്ലെ? ആധുനിക കാലഘട്ടത്തിൽ പലരെയും വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഭയങ്കര എടുത്തുദ്ധരിക്കാറുണ്ട്. പക്ഷെ നബി പറയുന്ന വാക്ക് എന്ന് പറയുന്നത് അല്ലെ, അള്ളാഹ് കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ റസൂലാണ് ഏറ്റവും സത്യം. വമൻ അസ്ദഖു മിനല്ലാഹി ഖീല എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി ഒരിക്കലും കള്ളം പറയുന്നൊന്നും ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. അപ്പോൾ ഇവിടെ സമിഅ്തു റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ തിരുദൂതർ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. ഉമർ അള്ളാഹു പറഞ്ഞു, ഞാൻ കേട്ടു. അപ്പം ഉമർ കേട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറൊരാൾ എനിക്ക് പറഞ്ഞെന്നല്ല, ഞാൻ കേട്ടതാണ് എന്ന് ഉമർ എന്ത് ചെയ്യാൻ പറയണം. ഉമർ അള്ളാഹു പറഞ്ഞു, യഖൂൽ, എന്താ തിരുനബി പറഞ്ഞത്? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഭയങ്കരാണ് അല്ലേ? ഈ ഒരു ബേസ് ഇല്ലേ ദീനിന് തന്നെ അർത്ഥമില്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയ, തീർച്ചയായും അമലുകൾ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിയ്യത്തിനനുസരിച്ചാണ് അള്ളാഹ് എന്ത് ചെയ്യുക, അതിന് കൂലി തരിക, അള്ളാഹ് അതിനെ സ്വീകരിക്കുക എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഹ്രസ്വമായ ഏറ്റവും വലിയ ചുരുക്കം. ഏതൊരു അമലാണെങ്കിലും നിയ്യത്ത് എന്താണോ ആ നിയ്യത്തിനനുസരിച്ച് ഉണ്ടാകും. അത് കൂലി ആയാലും ശിക്ഷയായാലും സ്വീകാര്യതയായാലും തള്ളിക്കളയാലും പഠിച്ച റബ്ബിൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടും. നിയ്യത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ഉദ്ദേശം അല്ലെങ്കിൽ കരുതുക. നമ്മൾ നവ ഇപ്പോൾ ചില ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇമാം നവവി നമ്മൾ ആ സ്ഥലത്തിൻ്റെ പേര് നമ്മൾ അറിയില്ലേ, നവ, ഡമസ്കസിലെ ഒരു സ്ഥലത്തിൻ്റെ നവാവി. അപ്പോൾ ഇവിടെ അതുമായി ബന്ധപ്പെട്ട് നവ എന്ന വാക്കിൻ്റെ അർത്ഥം കരുതി എന്നാണ് അല്ലേ? കരുതി അല്ലെങ്കിൽ ഉദ്ദേശിച്ചു എന്നൊക്കെ അർത്ഥം. നവൈത്തു അല്ലേ, നവൈത്തു സൗമ ഗദിൻ, നാളത്തെ നോമ്പ് ഞാൻ നിയത്താക്കി എന്നൊക്കെ പറയുന്ന പോലെ. അല്ലെങ്കിൽ ആ നവ എന്ന വാക്ക്, നവ ഇനിയിപ്പോൾ ഇതിലിവിടെ വരുന്നുണ്ട്. നിയ്യത്ത് എന്നുള്ളതിൻ്റെ ജംആൻ. ഇനി ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഏതൊരു മനുഷ്യനും അവൻ എന്താണോ ഉദ്ദേശിച്ചത് അത് മാത്രമാണ് അവനുണ്ടാവുക. ഇന്നമ എന്നുള്ളതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ മാത്രം എന്നുള്ളൊരു അർത്ഥം കിട്ടുന്നതാണ്. ഇന്നമാ ലികുല്ലി ഇംറിഇൻ, തീർച്ചയായും ഏതൊരു മനുഷ്യനും, കുല്ലി ഇംറിഇൻ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യന്മാർക്കും, മാ നവ എന്താണോ ഉദ്ദേശിച്ചത് അതവൻ കൊണ്ട്. ഏതൊരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ഉദ്ദേശം പോലെ ഇരിക്കും അല്ലെ? ഉദാഹരണത്തിന് ഇവിടെ നമ്മളൊന്ന് ഒരുമിച്ച് കൂടി നമ്മൾ അള്ളാഹിൻ്റെ വജു ഉദ്ദേശിച്ച് വന്നതാണ്. പള്ളിയിൽ വന്ന ഒരു ദർസിൻ്റെ കൂലി, അതുപോലെ തന്നെ രാവിലെ നബിയുടെ ഹദീസ് കേൾക്കാണ്ടാകുന്ന ഒരു ഇഷ്ടം, താല്പര്യം അല്ലെ, അതുമാത്രമാണ് നമ്മളവിടെ വന്ന് ഇരുത്തിച്ചത്. അപ്പോൾ ആ ഉദ്ദേശം ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. ചില അമലുകളുണ്ട്, ചെറിയ അമലായിരിക്കും, പക്ഷെ ഉദ്ദേശം കാരണം വലിയ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, അതിന് കൊടുക്കും. ചിലപ്പോൾ വലിയ അമലായിരിക്കും, ഉദ്ദേശം ശരിയല്ലേ, ഒരു കൂലിയും ഒരു സ്വീകാര്യതയും അതിനുണ്ടാവില്ല. അപ്പോൾ ഏതൊരു കാര്യത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് നിയ്യത്താണ്. അതുകൊണ്ടാണ് എല്ലാ ഗ്രന്ഥകാരന്മാർ, അധിക മുഹദ്ദിസീങ്ങളും അവരുടെ ഹദീസ് ഗ്രന്ഥം തുടങ്ങിയപ്പോൾ ആദ്യം കൊണ്ടുവന്ന ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. എല്ലാ ഗ്രന്ഥകാരും നമ്മൾ അധികവും ഭൂരിഭാഗവും സുനനുകളിലെ ഹദീസുകളുടെയൊക്കെ തുടക്കത്തിൽ ആ ഒരു കാര്യങ്ങൾ കാണാം. ഏതായാലും സുനനുകൾ മാത്രമല്ല, ചില നേരത്തെ പറഞ്ഞ ജവാമിയകളായിട്ടുള്ള ഹദീസ്, ജാമ്യകളായ ഹദീസുകൾ അധികവും എന്താണ്, തെർഗീബ്, നമ്മളെ കൂടുതൽ ആവേശം ജനിപ്പിക്കുന്നതും നമ്മളെ പേടിപ്പിക്കുന്നതുമായ സംഭവങ്ങൾ വിശദീകരിക്കുന്ന ഹദീസുകളായിരിക്കും. സുനനുകൾ അധികവും അഹ്കാമാണ്. അഹ്കാം നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ടൈപ്പാണ് ഹദീസുകൾ ഉണ്ടാവുക. ഒന്നിങ്ങനെ തെർഹീബ് പറഞ്ഞു പോണത്, മറ്റൊന്നിങ്ങനെ മതവിധികൾ ഇങ്ങനെ പറഞ്ഞു പോകണത്, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇതുമായി ബന്ധപ്പെട്ട് പോകുന്ന ഹുക്മിയായ ഹദീസുകളുള്ളത്. ഇതിൽ രണ്ടുണ്ട് എന്നാണ്. അപ്പോൾ ഒക്കെ ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ഇവിടെ പറഞ്ഞ അടുത്ത വാക്കിലും ഭയങ്കര രസം എന്ന് പറയുന്നത് നമ്മൾ കേട്ടു പോകുന്നതാണ്. ജസ്റ്റ് വല്ലാതെ ഈ ഒരു ഹദീസിനെ വല്ലാതെ വിശദീകരിച്ച സമയം എടുക്കുന്നില്ല. ഏകദേശം നമുക്കൊരു ക്ലാസ് എന്ന് പറഞ്ഞത് ഒരു 1.25 മണിക്കൂറിൻ്റെ അടുത്ത് മതിയല്ലോ. നമ്മൾ 6:45 തുടങ്ങുകയാണെങ്കിൽ 7:00 നിർത്തരേ.
1 മണിക്കൂർ വേണ ഉണ്ടല്ലോ. പിന്നെ 45 മിനിറ്റ് അതിലേറെ നമുക്ക് പോകണ്ട. 45 മിനിറ്റ് 10 മിനിറ്റ് സംശയം അത് 1 മണിക്കൂറാക്കണം. ഇൻഷാ അല്ലാ ആയിക്കോട്ടെ. നമ്മളെ സൗകര്യം നമ്മളെ ആ ഒരു ദിവസത്തിൻ്റെ കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഏതായാലും ഇതിൻ്റെ അടുത്ത ഭാഗം കൂടി ഉണ്ട്. ഫമൻ കാനത്ത് ഹിജ്റത്തു. ഇനി നബി എന്നിട്ട് ഒരു ഉദാഹരണം കൊടുക്കാൻ നിയ്യത്തിനെ പറ്റി പറഞ്ഞു. ഈ ഒരു ഉദാഹരണം നമുക്ക് അറിയുന്നത് തന്നെ. ഫമൻ കാനത്ത് ഹിജ്റത്തുഹു. ആരുടെയെങ്കിലും ഹിജ്റ പോകാന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അള്ളാഹ്ക്കും വേണ്ടി നാടും വീടും ഒക്കെ വിട്ടിട്ട് ജീവിക്കാനുള്ള മാർഗം തേടി പോവാൻ, ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു നാട് തേടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയ ഹിജ്റയൊക്കെ നമുക്ക് ഈ ഒറ്റ വാക്കിൽ തന്നെ ഓർമ്മ വരുന്നതാണ്. ഇനി ഒരാൾ ഹിജ്റ പോവാൻ ഇലല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിലേക്കും റസൂലിലേക്കും. അപ്പോൾ റസൂലിലേക്ക് എന്ന് പറഞ്ഞാൽ നബിയുടെ മാതൃക അനുസരിച്ച് ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അനുസരിച്ച്. ഇലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ വജൂഹ് ഉദ്ദേശിച്ച് നബിയുടെ മാതൃക ഇതാക്കിയിട്ട് എന്ത് ചെയ്തു ഒരാൾ ഹിജ്റ പോവാൻ. ഫഹിജ്റതുഹു ഇലല്ലാഹി വ റസൂലിഹി. അവൻ്റെ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്. അവിടെ കറക്റ്റ് നോക്കണം, ഇലല്ലാഹി വ റസൂലിഹി എന്നാണ്. അവൻ്റെ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്. ഈ ഹദീസിൻ്റെ വേറെയും കുറേ റിവായത്തുകൾ കാണാം. ഇപ്പോൾ നമ്മൾ എടുത്തത് ഈ ഒരു ഭാഗം ഞാൻ എടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ച ഹദീസിൻ്റെ അതേ ആ മത്തിനെ വെച്ചിട്ടാണ്. ഇനി അടുത്ത ഭാഗമുണ്ട്. അപ്പോൾ അള്ളാഹുവിലേക്കും അള്ളാഹിൻ്റെ റസൂലിലേക്കും എന്ന് പറഞ്ഞാൽ ആ ഉദ്ദേശം അവിടെ നടക്കും. അള്ളാഹിൻ്റെ അടുത്ത് കൂലിയും കിട്ടും, നബിയുടെ മാതൃകയാണെന്നുള്ള ആ ഒരു പ്രതിഫലവും അയാൾക്ക് എന്താണ് ലഭ്യമാണ്. ഇനി വമൻ കാനത്ത് ഹിജ്റത്തുഹു ലി ദുനിയ. ഇനി ഒരാൾ ഹിജ്റ പോകാൻ ലി ദുനിയ, ഐഹികമായ ലക്ഷ്യങ്ങൾ, ദുനിയാവിൻ്റെ മോഹം. യുസീബുഹ എന്ന് പറഞ്ഞാൽ അതിന് നേടിയെടുക്കാൻ വേണ്ടി, അസാബ യുസീബ് ദുനിയാവ് ബാധിക്കുന്ന ദുനിയാവിന് നേടിയെടുക്കാനുള്ള മോഹത്തിൽ. യുസീബുഹ എന്നാണ് ദുനിയ എന്നുള്ള വേർഡ് മുഅന്നസാൻ, യുസീബുഹ എന്ന് പറഞ്ഞത് അല്ലേ. ആ ദുനിയാവിനെ കിട്ടാനാണ് ഒരാൾ ഹിജ്റ പോകുന്നതെങ്കിൽ, ഔ ഇംറഅത്തിൻ യൻകിഹുഹ, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താ, ഒന്ന് പെണ്ണെട്ടണം, മറ്റൊന്ന് ദുനിയാവിൽ നിന്ന് എന്തെങ്കിലും പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സ്ഥാനം നേടണം, എന്തെങ്കിലും ദുനിയാവിയായ ലക്ഷ്യമാണ്. അങ്ങനെ ഒരാൾ ഹിജ്റ പോയാൽ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. അവൻ ഏതിലേക്കാണോ പോയത് അതേ ഉണ്ടാവുള്ളൂ. പെണ്ണിട്ടാനാണെങ്കിൽ ആ പെണ്ണിനെ കിട്ടും. ഇനി അതല്ല ദുനിയാവിനെ കിട്ടാനാണെങ്കിൽ ദുനിയാവിനെ കിട്ടും. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചു നോക്കി, ഇവിടെ ഇലാ മാ ഹാജറ ഇലൈഹി എന്നുള്ളൂ അല്ലേ, അതിലേക്ക് എത്തി എന്നുള്ളൂ. ഇന്ന് നേരെ മറിച്ച് മറ്റെവിടത്ത് പറഞ്ഞപ്പോഴോ ഇലല്ലാഹി റസൂലിഹി തന്നെ പറഞ്ഞു. അള്ളാഹിലേക്കും അള്ളാഹിൻ്റെ റസൂലിലേക്കും പോണി അള്ളാഹിലേക്കും റസൂലിലേക്കും എത്തുന്നതാണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ഇലാ ദുന്യ ഔ ഇലാ ഇംറഅത്തിൻ എന്നുള്ളതിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അതിനെ വില കുറച്ച് കണ്ടു ഞാൻ. ചില പണ്ഡിതന്മാർ അതിൻ്റെ ഒരു പ്രത്യേകത പറയും, ഇലൈഹി എന്നാണ്. അത് കിട്ടി, നമ്മളറിയാം, അത് കിട്ടി, അത്രേ ഉള്ളൂ. അതിനെപ്പോലും നബിയുടെ വർത്തമാനത്തിൻ്റെ ഒരു പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗലിൻ്റെ ഒരു പ്രത്യേകത അത് ഈ ഒരു ഹദീസിൽ നിന്ന് വ്യക്തമാണ്. അതിൻ്റെ വിശദീകരണം ചില ഭാഷാ പണ്ഡിതന്മാരൊക്കെ ബലാഗിയായ ഒരു അറബി ഭാഷൻ്റെ ഒരു പ്രത്യേകതയാണത്. അതായത് ദുനിയാവിന് വേണ്ടി പോയി അവൻ ദുനിയാവിലേക്ക് എത്തി എന്ന് പറയാതെ അതിലേക്കെത്തി. ജസ്റ്റ് അവിടെ അതിനെ വില കുറച്ചും അതിൻ്റെ ഗൗരവം കുറച്ചുമാണ് എന്ത് ചെയ്തത്, അള്ളാഹിൻ്റെ റസൂൽ സംസാരിച്ചത്. അതത്രേ ഉള്ളൂ, അതേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്തു, ആ ഒരു സംഭവത്തെ പറ്റി പറഞ്ഞു. ഇത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിവായത്ത് ചെയ്ത ഹദീസാണ്. സഹീഹ് ബുഖാരിയിലും സഹീഹ് മുസ്ലിമിനുണ്ട്. മുത്തഫഖുൻ അലൈഹി എന്നാണല്ലോ അതിന് പറയാം. അപ്പോൾ ഏറ്റവും ഇപ്പോൾ സ്വഹീഹായ ഹദീസുകൾ എന്താ, സ്വഹീഹായ ഒരു ഹദീസ് സ്വഹീഹാണെങ്കിൽ കുറേ നിബന്ധനകളുണ്ട് നമ്മൾ പറഞ്ഞു. കുറേ നിബന്ധനകൾ എന്ന് പറഞ്ഞാൽ ഒരു ഹദീസ് അങ്ങോട്ട് സ്വഹീഹായി കിട്ടണമെങ്കിൽ പ്രധാനമായും ഹദീസ് നിദാന ശാസ്ത്രത്തിൽ 5 നിബന്ധനകൾ ഒന്ന് പറയാം. അവലുഹ സ്വഹീഹു വ മുത്തസൽ ഇസ്നാദുഹു വലം യശദ്ദ ഔ യുഅൽ യർവിഹി അദ്ലുൽ ളാബിത്തുൻ അൻ മിസ്ലിഹി മുഅതമദുൻ ഫി ളബ്തിഹി വ നഖ്ലിഹി എന്ന് പറഞ്ഞിട്ട് അത് ഇമാം ബൈഖൂനിൻ്റെ 2 വരിയാണ്. ആ 2 വരിയിൽ തന്നെ ഉണ്ട്. സ്വഹീഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് മുത്തസൽ, സനദ് മുറിയാതെ ഇത്തിസാലുള്ളതായിരിക്കണം, കണക്റ്റഡ്, ഒന്നിട്ടും ഒന്ന് ഓരോ പരമ്പരയും കണക്റ്റ് ആവണം, അതിൻ്റെ ഇടയിൽ ബ്രേക്കിങ് പാടില്ല. ഇല്ലത്തുണ്ടാവാൻ പാടില്ല, ഷാദാവാൻ പാടില്ല. അതൊക്കെ ഓരോ അതിൻ്റെ എന്താണ് ഉസൂൽ ഹദീസ് വേറെ, നമ്മളത് ഇപ്പോൾ ഇവിടെ ഉസൂൽ ഹദീസ് ഒന്നും ഇവിടെ എടുക്കണില്ല. പക്ഷേ ഹദീസ് നിദാന ശാസ്ത്രത്തിൽ ഒരു ഹദീസിനെ സ്വഹീഹാക്കാനുള്ള ഇവരുടെ എഫേർട്ടാണ് ആ പറഞ്ഞത്. യർവിഹി അദ്ലുൻ ളാബിത്തുൻ അൻ മിസ്ലിഹി മുഅതമദുൻ ഫി ളബ്തിഹി വ നഖ്ലിഹി. ഒരു അദ്ലായ, എല്ലാ നിലക്കും പെർഫെക്റ്റായ, യോഗ്യനായ, വിശ്വസ്തനായ ഒരാൾ അതിന് റിവായത്ത് ചെയ്യണം. അത് മാത്രമല്ല അയാളുടെ ആരിൽ നിന്നാണ് റിവായത്ത്, അയാളും അതുപോലെ യോഗ്യനാവണം. ഒരു വള്ളി പുള്ളി
അല്ലെങ്കിൽ ഒരു മറവിയോ ഒരു വ്യത്യാസമോ ഇല്ലാതെ അതിനെ ഹിഫ്ദോ അതിനെ എഴുത്തോ അതിനെ എഴുതി വെക്കുകയോ ചെയ്യണം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താവണം, ഒരു ഷാദില്ലാത്ത ഒരു ഇല്ലത്തില്ലാത്ത കുറ്റമറ്റ രീതിയിൽ വരുന്ന ഹദീസ് എന്നാണ് സ്വഹീഹായ ഹദീസ് എന്ന് പറയാൻ പറഞ്ഞത്. ആ സ്വഹീഹായ ഹദീസുകളിൽ തന്നെ ഏറ്റവും സ്ട്രോങ് ആണ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിവായത്ത് ചെയ്യുന്ന ഹദീസ്. അപ്പോൾ ഈ ഒന്നാമത്തെ ഹദീസ് തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയ ഒരു ഹദീസിനാണ് എന്ത് ചെയ്തത്, ഇമാം നബവി മാത്രമല്ല പല ഹദീസ് ഗ്രന്ഥങ്ങളിലും എന്ത് ചെയ്തത്, ആമുഖമായി കൊണ്ടുവന്ന നബിയുടെ ഹദീസ് അല്ലേ, അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് റിവായത്ത് ചെയ്തത് എന്നൊക്കെ. അതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ ഒരു വിശദീകരണമാണ്. റവാഹു ഇമാമാ അൽ മുഹദ്ദിസീൻ. ഇമാമാ എന്ന് പറഞ്ഞാൽ രണ്ട് ഇമാമിങ്ങൾ, മുഹദ്ദിസീങ്ങളായ രണ്ട് ഇമാമ. അന്ന് അബു അബ്ദില്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ ഇബ്ൻ ഇബ്രാഹിം. ഇമാം ബുഖാരിൻ്റെ മുഴുവൻ പേരാണ് അബു അബ്ദില്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ ഇബ്ൻ ഇബ്രാഹിം ഇബ്നുൽ മുഗീറ ഇബ്ൻ ബർദിസ്ബ അൽ ബുഖാരി. ഇമാം ബുഖാരിൻ്റെ മുഴുവൻ പേരാണ് ആ പറഞ്ഞു പോയത് അല്ലേ. അബു അബ്ദില്ല മൂപ്പര കുനിയത്ത്, മുഹമ്മദ് ആണ് മൂപ്പര പേര്, നബിൻ്റെ പേരാണ് ആലോചിച്ചാൽ മതി അല്ലേ. ഇസ്മായിൽ അല്ലേ, ഇബ്രാഹിം നബിൻ്റെ മോനെ, ഇബ്രാഹിം വല്ലിപ്പ, പിന്നെ ഇബ്നുൽ മുഗീറയാണ് ശരിക്ക് അൽ ജുഅഫ അല്ലെങ്കിൽ അൽ ജുഅഫി ഗോത്രം. അത് ശരിക്ക് മുഗീറ എന്ന് പറഞ്ഞ ആള് ഒരു അഗ്നിയാരാധകനായിരുന്നു എന്നാണ്. പിന്നെ അവരെ പിന്നീട് ഇവർ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ ഇയാളിലേക്ക് ചേർത്തിട്ടാണ് എന്ത് ചെയ്തത്, അൽ ജുഅഫ എന്നുള്ള ഗോത്രം ഇമാം ബുഖാരിക്ക് വന്നതാണ്. കാരണം അവരെ കാരണവന്മാർ ഇസ്ലാമിലേക്ക് കടന്നു വന്നതുമായി ബന്ധപ്പെട്ട്. ഏതായാലും ബുഖാറ എന്ന സ്ഥലത്ത് ആണ് എന്ത് ചെയ്തത്, ഇമാം ബുഖാരി ജനിച്ചത്. അതിന് കാലഘട്ടത്തിൽ അല്ലേ നമുക്ക് ആ ഒരു പേർഷ്യൻ സ്ഥലത്തുള്ള ബുഖാറ. അപ്പോൾ ഇനി അടുത്ത രണ്ടാമത്തെ അബുൽ ഹുസൈൻ. ഇമാം മുസ്ലിമിൻ്റെ പേരാണ്, കുനിയത്താൻ അബുൽ ഹുസൈൻ മുസ്ലിം ഇബ്നു അൽ ഹജ്ജാജ് ഇബ്നു മുസ്ലിം അൽ ഖുശൈരി അൻ നൈസാബൂരി. ഇമാം മുസ്ലിമിൻ്റെ മുഴുവൻ പേരോടെ കൊടുത്തു. ഇതോടെ ഫീ സ്വഹീഹിഹിമ അല്ലദൈനി ഹുമ അസഹൽ കുതുബി അൽ മുസന്നഫ അല്ലേ. ഹദീസ് ഗ്രന്ഥത്തിലെ അസഹുൽ കുതുബായി അറിയപ്പെട്ട സ്വഹീഹൈൻ, അവരുടെ രണ്ട് സ്വഹീഹ് എന്ന ഗ്രന്ഥത്തിൽ കടന്നു വന്ന ഹദീസാണ് എന്നാണ് എന്ത് ചെയ്തത്, ഇതിൻ്റെ ഒരു ആമുഖം എന്നോണം ഈ ഒരു ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഏതായാലും നക്തഫി ബിഹാദൽ ഖദർ, നമുക്ക് തൽക്കാലം ഇതുവരെ നിർത്താം. ഒരു തുടക്കം എന്നുള്ള നിലക്കാണ് ഇന്ന് നമ്മളിവിടെ തുടങ്ങിയത്. ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ്സിൽ നമ്മൾ 2-3 ഹദീസുകളൊക്കെ എടുത്ത് പെട്ടെന്ന് ഈ ഒരു ഗ്രന്ഥം കഴിഞ്ഞ് അടുത്തൊരു ഗ്രന്ഥത്തിലേക്ക് ഇങ്ങനെ പോയി ഹദീസുകളും ഹദീസ് ഗ്രന്ഥകാരന്മാരെയും മുഹദ്ദിസീങ്ങളെയും സഹാബികളെയും ഒക്കെ പ്രതിപാദിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ ഒരു ചെറിയ വിശദീകരണവുമായി പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എളുപ്പമാക്കി തരട്ടെ. ഹദീസ് പഠനത്തിന് ആവേശവും ഉന്മേഷവും നൽകട്ടെ. നമ്മുടെ ഒരു ഉദ്ദേശം അല്ലേ, അതിന് അള്ളാഹു നല്ല പ്രതിഫലം നൽകട്ടെ. എല്ലാ നിലക്കും അള്ളാഹു ഇത് എളുപ്പമാക്കി തരട്ടെ. ഇനി ഇതിലെന്തെങ്കിലും സംശയങ്ങളോ ഏതെങ്കിലും വാക്കർത്ഥങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതുകൂടി ഇൻഷാ അല്ലാഹ് ചോദിക്കണമെങ്കിൽ പറയാം. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ജസാക്കുമുല്ലാഹു ഖൈറ.